ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. നമ്മുടെ തട്ടിക്കൂട്ട് സീരീസിലെ അടുത്തൊരു ഐറ്റമാണ് കാണിക്കുന്നത് കേട്ടോ. സാൻഡ്വിച്ച് ആണ്. കുട്ടികളെ എങ്ങനെ ഫീഡ് ചെയ്യിക്കാം, അവർക്ക് ഇനി എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെയിരിക്കും ഓരോ അമ്മമാരും. യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഡിഷ് ഏതാണെന്നൊക്കെ. ഞാൻ അടക്കമുള്ള അമ്മമാരുടെ കാര്യം പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു ഡിഷ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഗാർലിക്കും ചോപ്പ് ചെയ്ത സവോളയും പിന്നെ ടൊമാറ്റോ പീസസും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരു 3/4 വേവ് മതി. അപ്പോഴേക്കും നമുക്ക് അത്രയും മതി. അതിനുശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് പാൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കവർ പാലില്ലേ, പശുവിൻ പാൽ, അതാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് ഗ്രേവി തിക്കനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് പശുവിൻ പാൽ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് തിക്കനാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവം ഇട്ട് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ വാവ് അടിപൊളി ടേസ്റ്റ് ആണല്ലോ എന്ന് പറയും. അതെന്താണെന്നല്ലേ, ഇതാണ് ഐറ്റം ഒറിഗാനോ. അപ്പോൾ ഒറിഗാനോ കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്യാം, പക്ഷേ ചീസ് എപ്പോഴും അവൈലബിൾ ആവണം എന്നില്ല വീട്ടിൽ. പക്ഷേ ഇത്രയും ഇൻഗ്രീഡിയൻസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ചീസ് ഓപ്ഷണലാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സംഭവങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. അതിനകത്തേക്ക് വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ലെറ്റ്യൂസ് വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവി മീൻസ് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിന് എൽഡേഴ്സിന് വേണ്ടിയിട്ടാണ്, മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ചിക്കൻ പീസസോ ഫ്രഞ്ച് ഫ്രൈസോ കട്ട് ചെയ്ത കുക്കുംബർ, ടൊമാറ്റോ, സവോള അതൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് അവർ നന്നായിട്ട് കഴിച്ചോളും. അമ്മമാർ ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിക്കും, കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് ഇടാം കേട്ടോ, അതും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാൻ പോവാം.